ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ഗൾഫ് കൺട്രിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കാണിക്കുന്നത്. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 500 ഗ്രാം ഇളനീർ പൾപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് പാല്, 2 ടീസ്പൂണ് കോൺഫ്ലവർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതുപോലെ ഇളനീറിൻ്റെ പൾപ്പ് 500 ഗ്രാം ഇളനീർ പൾപ്പും വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആ ഗൾഫ് കൺട്രിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാലിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പാലൊഴിച്ച് കലക്കി അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കുന്നത് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. നമ്മൾ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അതുമല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നിങ്ങളൊരു സ്റ്റാറാവുകയും ചെയ്യും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാത്ത എളുപ്പത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പിയാണ്. ഞങ്ങളെ പാല് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിമിൽ ഓയിലിടുക. എന്നിട്ട് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടികട്ടിയുള്ള പാത്രത്തിൽ മാത്രം പുഡിങ് ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കോൺഫ്ലവറൊക്കെ ഒഴിക്കുന്ന ടൈം അടുക്ക് പിടിക്കും. അപ്പോൾ പുഡിങ്ങിൻ്റെ രുചിയെ മാറിപ്പോവും. ഇങ്ങനെ അതൊന്ന് ക്രീമിയായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതില്ലേ ഇളനീറിൻ്റെ പൾപ്പ് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇളനീറിൻ്റെ പൾപ്പ് ഈ പാലും കോൺഫ്ലവറിലേക്കും എല്ലായിടത്തും എത്തുന്നവരൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി. ഇതുപോലെ ഒന്ന് തിള വരുന്ന ടൈം തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതൊന്നും വാനില എസൻസ് ഒന്നും നിർബന്ധമല്ല കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നമ്മൾ ആ പുഡിങ്ങിനും കേക്കിനൊക്കെ ഒരു വാനിലൻ്റെ ഒരു ഇത് വരുമല്ലോ, ഫ്ലേവർ വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നിങ്ങളെ പുഡിങ് ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ ഒരിക്കലും ചൂടോടുകൂടി ഒഴിക്കരുത്. ഇതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഗ്ലാസ് ടൈപ്പ് ആണെങ്കിൽ ആ ചൂടിൻ്റെ ഒരു മർദ്ദം കൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തണുത്തിട്ട് ഒഴിക്കാൻ പറഞ്ഞത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ ഈ പുഡിങ് ഇങ്ങനെ സെറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുക. നല്ല മൊഞ്ചുള്ള അറബിക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുക. ഒന്നും ഒരു പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല കമ്മി ആയിട്ടുള്ള സോഫ്റ്റ് പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.